ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പം ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ഏകദേശം തീരാറായി. മാത്രമല്ല, ഈ ഓണത്തിൻ്റെ ഒരു സമയത്തിനോടനുബന്ധിച്ച് ആ തുടർച്ചയായിട്ടുള്ള മഴയൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥ, ഒരു വെളിച്ചവും ഒക്കെ ഉള്ള ഒരു നല്ല സമയമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് സെപ്റ്റംബർ മാസത്തെ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ നമുക്ക് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങണം. ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ ഇനം പച്ചക്കറി ചെടികളും അതിനൊപ്പം ശീതകാല പച്ചക്കറികളും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നൊരു സമയമാണ്. ശീതകാല പച്ചക്കറികളുടെ വിത്ത് പാകി മുളപ്പിക്കാനായിട്ട് നമ്മൾ ഈ ഓഗസ്റ്റ് അവസാനത്തോടു കൂടി സെപ്റ്റംബർ ആദ്യത്തോടു കൂടി നമ്മൾ തുടങ്ങേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു 2 ആഴ്ച 3 ആഴ്ച പ്രായമായ തൈകളെ നമ്മൾ മാറ്റി നടാനുള്ള സ്ഥലത്തേക്ക് മാറ്റി നട്ട് ചുവട് പിടിപ്പിച്ച് ആ ഒക്ടോബറൊക്കെ പോലത്തെ സമയത്ത്, സാധാരണ കാലമാണെങ്കിൽ ഒക്ടോബർ പോലെയുള്ള മാസങ്ങളിലൊക്കെ നമുക്ക് മഞ്ഞും തണുപ്പും ഒക്കെ കിട്ടിത്തുടങ്ങും. ആ ഒരു സമയത്താണ് കേരളത്തിൻ്റെ ഒരു മധ്യഭാഗത്തൊക്കെയുള്ള കോട്ടയം പോലെയുള്ള ഭാഗക്കാർക്കൊക്കെ ശീതകാല പച്ചക്കറിയെ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്നത്. എന്നാൽ ഇടുക്കി പോലെ വയനാട് പോലെയുള്ളവർക്കൊന്നും ഇത്രയും കാലാവസ്ഥ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് സ്വതവേ സാധാരണ തന്നെ രാത്രി കാലങ്ങളിൽ തണുപ്പ്, വെളുപ്പിനെ പോലുള്ള സമയങ്ങളിലൊക്കെ തണുപ്പ് കിട്ടുന്നിടമാണ്. നമുക്കങ്ങനെയല്ല, എല്ലാ കാലത്തിലും ഭയങ്കര ചൂടാണ്. ഈ കൊടുമഴ പെയ്യുന്നിടത്തൊഴികെ ബാക്കിയുള്ള പകൽ സമയങ്ങളിലെല്ലാം ഭയങ്കരമായ വെയിൽ വരുന്നൊരു സമയമാണ്. തക്കാളി നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. ഒരു സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയമാണ് തക്കാളി നന്നായി വളരുകയും നല്ലപോലെ വിളവ് തരികയും ചെയ്യുന്ന സമയം. അപ്പോൾ ആരും മടിപിടിച്ചിരിക്കരുത്, തക്കാളിയുടെ തൈകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് മറക്കണ്ട. നമുക്ക് തക്കാളിയുടെ തൈകളൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ കായ്ച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു തക്കാളിയാണ് ഇത്. കണ്ടോ, തക്കാളി ചെടികളുടെ തണ്ടുകൾക്ക് ബലം കുറഞ്ഞതായതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട്, ഞാനിപ്പോൾ ഇവിടെ കയറ് കെട്ടി മുകളിലേക്കാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു നല്ല ഉറപ്പുള്ള കമ്പോ അല്ലെങ്കിൽ കമ്പിയോ അങ്ങനെ ഏതെങ്കിലും ഇതിനോടടുത്ത് നമ്മൾ കുത്തിയിട്ട് അതിലോട്ട് ഈ ചെടികളെ ചേർത്ത് നിർത്തണം. അല്ലെങ്കിൽ ഇവരുടെ തണ്ട് വളഞ്ഞ് ചെരിഞ്ഞ് മറിഞ്ഞു പോവുകയും അപ്പം കാഫലം കുറഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അതുപോലെ നമ്മൾ തക്കാളിയുടെ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുന്നത്, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 1-2 ദിവസമായിട്ടുള്ളൂ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു തക്കാളിയുടെ ചെടിയാണ്. അതിന് മുന്നേ നട്ടുപിടിപ്പിച്ചവരാണ് ഇത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ തക്കാളിയുടെ ചെടികൾക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലപോലെ സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ നട്ടുപിടിപ്പിക്കുമ്പം ചുവട് പിടിപ്പിക്കുന്ന അവസരത്തിൽ, തൈകളെ നമ്മൾ നടുന്ന അവസരത്തിലാണെങ്കിൽ നല്ല നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണിലായിരിക്കണം നടേണ്ടത്. അതുപോലെ തന്നെ അവരെ നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മളൊരു ചെറിയ കുഴിയെടുത്തിട്ട് അതിനകത്തോട്ട് ശകലം ട്രൈക്കോഡർമയും ചാണകപ്പൊടിയും ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ തൈകളെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കാര്യമായ വാട്ടരോഗങ്ങളൊന്നും വരാതെ നല്ല ആരോഗ്യത്തോടെ ചെടി വളർന്നു കയറി ഒറ്റ വളർച്ചയ്ക്ക് തന്നെ അതിലെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് അതിന് മുന്നേ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതേ കണ്ടോ, ചെറിയ ചെറിയ പൊടി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കണ്ടോ, അത് നമ്മളിങ്ങനെ സ്യൂഡോമോണാസ് കലക്കി ഒഴിക്കുന്നത് ഇവരുടെ ഇലകളിൽ പിടിച്ചിരിക്കുന്നതാണ്. ഈ തക്കാളികൾക്ക് വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു 15 ദിവസം കൂടുമ്പോൾ ഇതേപോലെ സ്യൂഡോമോണാസ് കൊടുക്കുകയാണെങ്കിൽ അത് തക്കാളിക്ക് മാത്രമല്ല, തക്കാളി, വഴുതന, മുളക് പോലെയുള്ളവയ്ക്ക് ഇതേപോലെ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ തക്കാളി കഴിഞ്ഞാൽ നമുക്ക് ഈ സീസണിൽ നട്ടുപിടിപ്പിക്കാൻ നല്ലതാണ് പച്ചമുളകുകൾ, അല്ലെങ്കിൽ മുളകിൻ്റെ എല്ലാ വർഗ്ഗവും, കാന്താരി മുളകായാലും ഉണ്ടമുളകായാലും പച്ചമുളകായാലും ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. ഈ പച്ചമുളക് നട്ടുപിടിപ്പിക്കുന്നതായാലും നമ്മൾ അസിഡിറ്റി ഇല്ലാത്ത മണ്ണിൽ അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത മണ്ണിൽ നന്നായി അടിവളം ചേർത്ത മണ്ണിലാണ് മുളകിൻ്റെ തൈകളെയും നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മുളകിൻ്റെ തൈകളാണ്. അപ്പോൾ അവർക്ക് ചൂട് സമയത്ത് ചുവട്ടിലേക്ക് നേരിട്ട് ചൂട് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ചുവട്ടിലെല്ലാം പേപ്പർ മടക്കി വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. സെപ്റ്റംബറിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മറ്റൊന്നാണ് വഴുതന കേട്ടോ. ഇത് നമ്മുടെ വഴുതനയുടെ ചെടി കുറച്ച് ദിവസം മുന്നേ ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ നാമ്പ് വന്നപ്പം അതിനെ ഞാൻ നുള്ളിക്കളഞ്ഞിട്ട് പല പല ശിഖരങ്ങളായിട്ട് ചെടി വളരുന്നതാണ്. അങ്ങനെ ശിഖരങ്ങളായിട്ട് വളരുന്നതാണ് നമുക്ക് കൂടുതൽ വിളവ് കിട്ടാനായിട്ട് നല്ലത്. ഈ വഴുതനയ്ക്കായാലും നമ്മളൊരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും സ്യൂഡോമോണാസ് കലക്കി ചുവട്ടിലും ഇലകളിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. അല്ല നിന്ന നിപ്പിൽ ചെടി വാട്ടരോഗം വന്നിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു പഴയ വഴുതനയുടെ ചെടിയാണ്. അപ്പം വിളവൊക്കെ തീർന്ന് നിന്നിരുന്നതാണ്. അങ്ങനെ
വളർച്ച കുറഞ്ഞ് വിളവ് കുറഞ്ഞ് നിൽക്കുന്ന അവസരത്തിൽ നമ്മളിതിനെ പ്രൂൺ ചെയ്തോണം കേട്ടോ. അപ്പം പ്രൂൺ ചെയ്യുമ്പം കണ്ടോ പല പല ചെറിയ ചെറിയ നാമ്പുകൾ, പല പല ബ്രാഞ്ചുകൾ ഇതിന് വന്നു തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ കാടും പള്ളയൊക്കെ പിടിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഇതിനെല്ലാം നമ്മൾ നല്ലോണം പറിച്ച് മാറ്റിയൊക്കെ കളഞ്ഞിട്ട് ഇതിന് നമുക്കൊരു വളപ്രയോഗം നടത്തണം കേട്ടോ. ഇത് കുറച്ച് ജൈവവളമാണേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജൈവവളമാണ്. ആ ജൈവവളം ഇതുപോലെ മണ്ണുമായിട്ട് കൂട്ടി മിക്സ് ചെയ്യണം കേട്ടോ. നല്ല പോലെ മണ്ണിനകത്ത് കൂട്ടി ഇളക്കി ചേർത്തിട്ട് വേണം നമുക്കിതിന് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിത് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുമ്മായമിട്ട് പുളിപ്പ് മാറ്റി വെച്ചിരിക്കുന്ന മണ്ണാണ് കേട്ടോ. അതിനകത്തേക്കിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ഈ ചെടിയുടെ ചുവടുണ്ടല്ലോ അത് നമുക്കൊന്ന് ഇവിടെ വെക്കട്ടെ. പതുക്കെ ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വേരൊന്നും പൊട്ടിപ്പോകാതെ നമ്മളത് ശ്രദ്ധിക്കുകയും വേണം. ചെടിയേലും കൊള്ളരുത്, വേരേലും കൊള്ളരുത് കേട്ടോ. എന്നിട്ട് നമ്മളിത് മണ്ണുമായിട്ട് ചേർത്തതാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണിൻ്റെ കുറവും ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങ് പരിഹരിച്ചോളും കണ്ടോ. ഇനി നമുക്ക് എന്തെങ്കിലും ഇട്ടിട്ട് പുതയിട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ ചുവട്ടിൽ. ഇനി നമ്മളെ വെള്ളമൊക്കെ ഒഴിച്ചു കഴിയുമ്പം ഇവർ നല്ല പോലെ വളരും. ഇത് കാബേജിൻ്റെ തൈകളാണേ. അപ്പോൾ നമുക്ക് കാബേജിൻ്റെ തൈകളെ നട്ടു കൊടുക്കാം. അപ്പം ഞാനിത് പുതിയതായിട്ട് മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നതാണ്. അസിഡിറ്റി ഇല്ലാത്ത കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിനകത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മണ്ണ് മിക്സ് ചെയ്തപ്പോൾ ആരും എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് പുളിപ്പ് മാറ്റി വെച്ചിരിക്കുന്ന മണ്ണാണോ? പുളിപ്പ് മാറ്റി വെച്ചിരിക്കുന്ന മണ്ണാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇച്ചിരി വലിയൊരു കുഴി ഉണ്ടാക്കുന്നതേ. ഇത് ട്രൈക്കോഡെർമയാണേ. അപ്പം ഞാൻ കുറച്ച് ട്രൈക്കോഡെർമ ഇട്ട് കൊടുക്കുവാണ്. ട്രൈക്കോഡെർമയ്ക്ക് പല ഗുണങ്ങളുള്ളതാണേ. അപ്പോൾ ആ ട്രൈക്കോഡെർമ ഇട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് ചാണകപ്പൊടിയാണേ. കുറച്ച് ചാണകപ്പൊടി ഞാൻ അതിൻ്റെ മേളിലോട്ടിട്ടു. ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഇതിനകത്തുനിന്ന് തയ്യെ എടുത്തിട്ട് നടാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ പിഴുതെടുത്ത് ഇത്രയും മാത്രം മതി. ഈ മണ്ണിപ്പം മുകൾ ഭാഗം വരെ മണ്ണുണ്ടെന്ന് ഓർത്തിട്ട് കാര്യമില്ല. ഇത് മുഴുവനും നല്ലോണം താഴെ ചപ്പും ചവറും അതിൻ്റെ മുകളിൽ ഉണങ്ങിയ ഇലകളും ഇട്ടിട്ടാണ്. അപ്പോൾ ഇതിനകത്തോട്ട് സ്ഥിരമായിട്ട് വെള്ളം ഒഴിച്ചു തുടങ്ങുമ്പം അവർക്ക് നല്ല ഇരുത്തം വരും. അന്നേരം നമുക്ക് വളവും മണ്ണും മേളിലോട്ട് ഈ കാബേജ് പോലെയുള്ളവർക്ക്, കോളിഫ്ലവർ പോലെയുള്ളവർക്കെന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം വളം ചേർക്കുമ്പോഴും നമ്മളിപ്പം വഴുതനയ്ക്ക് ഇട്ട് കാണിച്ചില്ലേ, അതുപോലെ വളവും മണ്ണും മിക്സ് ചെയ്ത് വേണം മുകളിലോട്ട് കൂട്ടിക്കൊടുക്കാൻ. അങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് കൂടുതൽ വിളവ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഒരെണ്ണം നമ്മൾ നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നടാവേ. ഒരു കാബേജിൻ്റെ തൈയും കൂടെ ഞാൻ ഈ നിറച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തോട്ട് നടുവാണേ. അപ്പോൾ അത് ഇതേപോലെ തന്നെയാണ് ഞാൻ നടാൻ പോകുന്നത്. ഇതുപോലെ ഇച്ചിരി കുഴി ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനകത്തോട്ട് ആദ്യം ട്രൈക്കോഡെർമ ഇടും, എന്നിട്ട് ചാണകപ്പൊടി ഇടും, അതിൻ്റെ മേളിലോട്ട് ഇത് വെക്കുക ചെയ്യുന്നത്. സെപ്റ്റംബറിൽ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ മറ്റൊരു ചെടിയാണ് വെണ്ട. ഒരു 10 ചുവട് വെണ്ടയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 8 ചുവട് വെണ്ടയുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ വെണ്ടയ്ക്ക മുഴുവനും കിട്ടും. പക്ഷേ കണ്ടമാനം വെള്ളം ചുവട്ടിൽ കെട്ടി നിൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ കണ്ടോ, ഇതേപോലെ ചെടി വളർന്നു വരുമ്പം നമ്മൾ അവർക്ക് കൃത്യമായി ചുവട്ടിലേക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കണം കേട്ടോ. അതുപോലെ വെണ്ടയ്ക്ക് എന്നോടൊരാൾ ചോദിക്കാറുണ്ടായിരുന്നു, വെണ്ടയുടെ ഇലകളുടെ അടിയിൽ, ഇപ്പോൾ ഈ വെണ്ടയുടെ ഇല കണ്ടോ, ഇതിനടിയിൽ ഒരു പാട് പോലും ഇല്ല. ചില വെണ്ടകളുടെ അടിവശത്ത്, ഇലകളുടെ അടിവശത്ത് ചെറിയ കറുത്ത പാടുകൾ വരാറുണ്ട്. അത് ഫംഗസ് രോഗങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ അത് തുടക്കത്തിലേ ആണെങ്കിൽ അതിന് സ്യൂഡോമോണാസ് കലക്കി ചെടിയുടെ ഇലകളുടെ ചോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളത് നിയന്ത്രിച്ചില്ല എങ്കിൽ ഇലകളെല്ലാം ഈ കറുത്ത പാടുകൾ വന്ന് ഉണങ്ങിയതുപോലെ വന്ന് ഇലകൾ കൊഴിഞ്ഞു പോയി ചെടി തന്നെ അവസാനം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നെ നമുക്ക് പാവലും പടവലവും അതുപോലെ പയറും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇതുപോലെ ഈ പാവലിൻ്റെ ഒരു വള്ളി കണ്ടോ, ഇതിലേ കൂടി ഇങ്ങനെ വരുന്ന കണ്ടപ്പോഴാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇങ്ങനെ പടർന്നു വരുമ്പോൾ നമ്മളത് എവിടെയാണോ അതിന് കയറിപ്പോകാനുള്ളൊരു സൗകര്യത്തിലേക്ക്, ഇതിപ്പം ഒരു ചില്ല കുത്തിയിട്ട് ഞാൻ അതിൽ കൂടെയാണ് ഇതിനെ കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വഴി തെറ്റി വരുന്ന കാണുമ്പോൾ നമ്മൾ അവരെ ഒന്ന് പിടിച്ച് എവിടോട്ടെങ്കിലും ഇതുപോലെ ഒന്ന് ചുറ്റിവിട്ടാൽ മതി. പിന്നെ അവരതിലേക്ക് കൂടെ പൊക്കോളും. പിന്നെ ഇത് കണ്ടോ, മെയിൻ തണ്ടേന്ന് ഇങ്ങനെ ഇതുപോലെ കണ്ടോ ചെറിയ ശാഖകളൊക്കെ വരുമ്പം ഒരു പ്രായമാകുന്നതിന് മുന്നേ ആണെങ്കിൽ, വളർച്ചയുടെ തുടക്കത്തിൻ്റെയൊക്കെ സമയത്താണെങ്കിൽ
നമ്മളതങ്ങ് മുറിച്ച് കളഞ്ഞോണം, അല്ലെങ്കിൽ ചെടി നല്ലോണം ഉയരത്തിലേക്ക് വളർന്നു പോകത്തില്ല. അല്ലെങ്കിൽ ഇനി ശാഖകൾ വന്നിട്ട് നമ്മളതിനെ നിർത്തുവാണെങ്കിൽ ശാഖകളിൽ ചെറിയ ചെറിയ കായ്കളുണ്ടാകും. വലിയ കായ്കൾ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ചെറിയ ശാഖകൾ മുറിച്ച് വിടുന്നതാണ് നല്ലത്. ഇങ്ങനെ പന്തലയിൽ കയറിയിട്ട് പടരുവാണെങ്കിൽ നല്ലോണം നമുക്ക് കായ്ഫലം കിട്ടും. ഇത് നമ്മൾ പാവലും പടവലവും അതുപോലെ മത്തയും ഒക്കെ കൂടെ ഒരുമിച്ച് സാലഡ് കുക്കുമ്പറും ഒക്കെ കൂടെ വളർത്തിയിരിക്കുന്ന ഒരു പന്തലാണ്. ഇങ്ങനെ കുത്തനെയുള്ള പന്തൽ, എരി പന്തലെന്ന് പറയും. ഇങ്ങനെയുള്ള പന്തലുകളാണ് പയർ വളർത്താനും നല്ലത്. അപ്പം ഇതേപോലെ ഇങ്ങനെ ഞാൻ നിർത്തിയിട്ടുണ്ട്. ചുവട്ടിലെ ഇലകളൊക്കെ മുറിച്ചു മാറ്റിയിരിക്കുവാണ്. കാരണം ചുവട് ഭാഗത്തു നിന്നാണ് എപ്പോഴും രോഗങ്ങളും കീടങ്ങളും ഒക്കെ പിടിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇത് മത്തയാണ്, ഇത് സാലഡ് കുക്കുമ്പറാണ്, ഇത് പാവലാണ്, ഇത് കണ്ടോ ഒരു പടവലം. അപ്പോൾ ഇതിന് ചെറിയ ശാഖ സക്കർ പോലെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മളങ്ങ് അടത്തി കളയണം. അവർ മേളിൽ ചെന്നിട്ട് വേണം പടർന്നു തുടങ്ങാൻ. അപ്പോൾ മത്തയൊക്കെ കയറി മേളിലായിട്ടുണ്ട്. അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ വള്ളി അവിടെ ഇവിടെയൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഒരു വള്ളിയിലോട്ട് ചുറ്റി പിടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അവരതിലേക്കൂടെ തന്നെ മുകളിലോട്ട് കറക്റ്റായിട്ട് അവിടെ ഇവിടെയൊന്നും തട്ടിയും തടഞ്ഞും നിൽക്കാതെ നേരെ മേളിലോട്ട് കയറിപ്പോവും. പിന്നെ ഇവർക്കെല്ലാം തന്നെ നമ്മളുണ്ടല്ലോ ഒരു 10 ദിവസം കൂടുമ്പോൾ ഈ പച്ചക്കറി ചെടികൾക്ക് വളം കൊടുക്കണം. അതിന് നമ്മളുണ്ടാക്കി വെക്കുന്ന ജൈവ സ്ലറി ഉണ്ടല്ലോ, അത് നല്ല വളമാണ്. പിന്നെ എന്നോട് തൻസീർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പച്ചക്കറി ചെടികൾ നമ്മൾ നട്ട് വളർത്തുന്ന അവസരത്തിൽ ചെറിയ തൈകൾക്ക് ഫിഷ് അമിനോ ആസിഡ് കൊടുക്കാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഷ് അമിനോ ആസിഡ് കൊടുക്കാം. പിന്നെ നമ്മൾ ഏത് ചെടി നട്ട് വളർത്തിയാലും അതങ്ങോട്ട് മാറ്റി നടുന്ന ചെടിയാണെങ്കിൽ അതിനൊരു 2 ആഴ്ച വരെ ഒരു വളവും കൊടുക്കണ്ട. അതിനുശേഷം ഒരു 2-3 ഇലകളൊക്കെ പുതിയതായി വന്നതിന് ശേഷം മാത്രമാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഫിഷ് അമിനോ ആസിഡ് കൊടുക്കാം. ഏത് ചെറിയ ആരോഗ്യം കുറഞ്ഞ ചെടികൾക്ക് കൊടുക്കുമ്പോഴും ഫിഷ് അമിനോ ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 മില്ലി 4 മില്ലിയൊക്കെ വരെ 1 ലിറ്ററിനകത്ത് കലക്കാറുണ്ട്. അപ്പം ചെറിയ ചെടികളാകുമ്പോൾ അതിന് 1 മില്ലിയോ അല്ലെങ്കിൽ കൂടിപ്പോയ 2 മില്ലിയോ ഒക്കെ മാത്രം വെള്ളത്തിനകത്ത് കലക്കി ഇലകളിലെല്ലാം വരത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യാം. ഫിഷ് അമിനോ ആസിഡിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ജൈവ കീടനാശിനിയാണ്. അതിനൊപ്പം നല്ലൊരു ജൈവ വളം കൂടെയാണ് കേട്ടോ. പയറും നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ സമയമാണ്. പയറിനെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിനകത്തിട്ട് കുതിർത്ത്, ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. പയറിനെ നമുക്ക് നേരിട്ട് വേണമെങ്കിലും മണ്ണിലേക്ക് പാകി കിളിപ്പിക്കാം. പക്ഷേ അത് ചിലതൊക്കെ ചീഞ്ഞു പോകുകയോ അല്ലെങ്കിൽ കിളുത്ത് കിട്ടാതിരിക്കുകയോ അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് ഉറപ്പായും ഇവർ കിളുക്കുന്നുണ്ടോ എന്ന് വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് സാധാരണ പയറുകളൊക്കെ ആണെങ്കിൽ ഒരു രാത്രി മുഴുവനും വെള്ളത്തിലിട്ടാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ വരെയൊക്കെ വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം ഒരു നനവുള്ള തുണിയിൽ കെട്ടിവെച്ചാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിന് മുള വന്നിട്ടിരിക്കും. ആ മുള വന്നതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് നേരിട്ട് നടാം. ഞാൻ അങ്ങനെയും ചെയ്യാറില്ല. കാരണം ഇവിടെ എലിയുടെ ശല്യം വളരെ കൂടുതലാണ്. നമ്മളിത് മണ്ണിനകത്ത് പാകിക്കഴിഞ്ഞാൽ മുളച്ചില വരുന്നതിന് മുന്നുള്ള ഏതവസരത്തിലും അവർ പയറിൻ്റെ വിത്തുകളെ മാന്തിക്കൊണ്ട് പോകും. അപ്പം നമുക്ക് കിളുത്ത് തൈകളായിട്ട് കിട്ടത്തില്ല. അപ്പം ഞാൻ കിളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം സാധാരണ കുമ്പിള് കൂട്ടി, ഇലകളെ ഞാൻ കുമ്പിള് കൂട്ടി അതിനകത്താണ് പയറിൻ്റെ തൈകളെ പാകി മുളപ്പിക്കുന്നത്. ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാവേ. ഇത് കണ്ടോ, ഇതേപോലെ കുമ്പിള് പോലെ നമ്മൾ കൂട്ടിയെടുക്കും. ഇല മടക്കി അതിനകത്ത് നമ്മളുടെ പോട്ടിംഗ് മിക്സ് എടുത്ത് അതിനകത്തേക്ക് ഞാൻ വിത്തുകൾ പാകുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ നമുക്ക് കിളുത്ത് കിട്ടും. കണ്ടോ, ഇങ്ങനെ കിളുത്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ മാന്തി മണ്ണങ്ങോട്ട് ഇളക്കിയിട്ട്, കണ്ടോ ഇതൊക്കെ അതുപോലെ വെച്ചിരിക്കുന്നതാണ്. ഇത് അതേപടി മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ചുവട് മാറ്റാനും ഒന്നും നിൽക്കണ്ട. അവർ ചുവടങ്ങ് മണ്ണിലോട്ട് ചെന്നിട്ട് പിടിച്ചോളും. അതാണ് ഏറ്റവും സേഫായ മാർഗം എന്ന് പറയുന്നത്. അനില മാത്യു എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ തറയിലെല്ലാം നമ്മുടെ ടെറസിൽ കൃഷി ചെയ്യുന്നവർക്ക് തറയിലെല്ലാം ഭയങ്കര പായലാണ്, തെന്നി വീഴുമോയെന്ന് പേടിയാണ്, കയറാൻ ചെയ്യാൻ പറ്റുന്നില്ല കൃഷി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ തറയിലെ പായലൊക്കെ ഞാൻ അന്നേ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, വെയിൽ വന്നാൽ ഉടനെ ഇവിടെ ടെറസിലുണ്ടാകുന്ന പായൽ മുഴുവനും ഉണങ്ങി പൊടിഞ്ഞു പോകും. നമ്മൾ പിന്നെ അതങ്ങോട്ട് തൂത്ത് കളഞ്ഞാൽ മാത്രം മതി. ഇപ്പം ഇവിടെ പായലിൻ്റെ ശല്യം ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ ഈ പായൽ പിടിക്കുന്ന മഴ തുടർന്ന് നടന്നിരുന്ന മഴയുടെ സമയത്തെന്ന് പറഞ്ഞാൽ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ഏത് ടെറസിലും പായൽ പിടിക്കും. പിന്നെ ഈ ഉണക്ക് വരുമ്പോൾ അത് മാറിപ്പോവുകയും ചെയ്യും. അതുപോലെ നമ്മൾ തറയിലൊക്കെ പാത്രങ്ങൾക്കകത്തൊഴിച്ച വെള്ളം ഒഴുകി തുടർച്ചയായി വന്ന ഒരേ സ്ഥലത്ത് വീഴുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ടെറസിലെ കൃഷി ചെയ്യുമ്പം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പായലുണ്ടാകുക മാത്രമല്ല, നമ്മൾ ചെടിയുടെ ചോട്ടിലിട്ട് കൊടുത്ത വളമെല്ലാം വെള്ളത്തിനകത്ത് അലിഞ്ഞ് ഒഴുകിപ്പോയി നഷ്ടമാകുകയും ചെയ്യും.
പിന്നെ നമ്മൾ ഇതുപോലെ ഈ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ ചെടികൾ നട്ട് വളർത്തുന്ന അവസരത്തിൽ മണ്ണിൽ നട്ട് വളർത്തുന്നത് പോലെയല്ല, കൂടുതൽ വളം വെച്ചാൽ കൂടുതൽ തവണ കുറേശ്ശെ വളം കൊടുക്കണം. എങ്കിൽ മാത്രമേ ചെടികൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം വലിയ ചെടികളൊക്കെ നമ്മൾ പറമ്പിലൊക്കെ നട്ട് വളർത്തുമ്പോൾ അവരുടെ വേരുകൾ നീണ്ടുപോയി അവർക്ക് ആവശ്യമുള്ള വളം മണ്ണിൻ്റെ ഏത് ഭാഗത്തുണ്ടോ അവിടെ നിന്ന് അവർക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അങ്ങനെ നമ്മുടെ ചെടിക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്ന വളം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ ഇപ്പം നമുക്ക് നട്ട് വളർത്താനുള്ളവ ഇപ്പം പാവല, പടവലം, പയറ്, വെണ്ട, മത്ത, കുമ്പളം, ചുരയ്ക്ക, പീച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ, അതുകൂടാതെ ശീതകാല പച്ചക്കറി ചെടികളെ വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ വിത്തുകൾ പാകി വയ്ക്കാൻ പറ്റിയ സമയമാണ്. തൈകൾ ഉള്ളവരുണ്ടെങ്കിൽ തൈകൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങാം. പിന്നെ എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും കീടങ്ങൾ പിടിക്കാതിരിക്കാനായിട്ട് നോക്കണം. ഇപ്പം എന്തേ നമ്മുടെ ഈ പാവലിൻ്റെ ചെടി കഴിഞ്ഞ ദിവസം വരെ എന്ന് പറയുന്ന പോലെ ഒരു കീടശല്യം ഇല്ലാതെ അവരിങ്ങനെ കയറിപ്പോകുമായിരുന്നു, കണ്ടോ. പക്ഷേ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇലകളൊക്കെ നമുക്ക് കണ്ടോ കിഴുത്ത വന്നിട്ടുണ്ട്. അത് ഈ മത്തം കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇലയുടെ കരുതക എല്ലാം തീർന്നിരിക്കുന്നുണ്ടോ. ഈ പച്ചനിറ ഇല്ലാതെ കളയുന്നതൊക്കെ മത്തം വണ്ടിൻ്റെ പണിയാണ്. അപ്പം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ജൈവ കീടനാശിനി എന്ന് പറയുന്നത് ബിവേറിയയാണ്. ഇലകളുടെ അടിയിലോട്ട് ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ നമ്മൾ സ്പ്രേ ചെയ്യുന്ന അവസരത്തിൽ ഇവിടെ എന്തെങ്കിലും കീടങ്ങൾ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ ദേഹത്തോട്ട് ഈ ബിവേറിയ പറ്റിയാൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ഞാൻ എന്താണ് ബിവേറിയ എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആമവണ്ടായാലും സാധാരണ എല്ലാ കീടങ്ങളായാലും ഇതിൽ കൂടെ ചാഴിയും ഒക്കെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. ഒന്നും പേടിക്കേണ്ട. നമുക്കെന്നാൽ ഇത് പഴങ്ങളേലോ അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികളേലോ പറ്റി പിടിച്ചിരിക്കുവാണെങ്കിലും നമ്മൾ അവരെ കഴുകിയിട്ട് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാനും പറ്റും. നമുക്ക് ദോഷമൊന്നും തന്നെ ബിവേറിയ ചെയ്യുന്നില്ല, എന്നാൽ കീടങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ശീതകാല പച്ചക്കറി ചെടികളുടെ വിത്ത് പാകി മുളപ്പിക്കാനുള്ളവരെല്ലാം വിത്ത് പാകി മുളപ്പിക്കാനായിട്ട് വെക്കണം. അതുപോലെ പച്ചമുളകായാലും തക്കാളിയായാലും വെണ്ടയായാലും വഴുതനയായാലും ഒക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും തന്നെ സെപ്റ്റംബർ മാസത്തെ കൃഷിക്കുള്ള ഒരുക്കം നടത്തി തുടങ്ങണേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.